അതൊക്കെ ഇലക്ഷൻ എടുത്ത് വരുമ്പോൾ ഇത്രയും നാളെ ചാണ്ടിയമ്മ ഇല്ലായിരുന്നു തുടങ്ങും. ഇലക്ഷൻ എടുത്ത് വരുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ആളുകളെ ഒരു ജാതി വർഗീയ വികാരം ഉണർത്തിവിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചാണ്ടിയമ്മൻ ഒരു വലിയ ഭക്തനാണെന്നല്ലേ പറഞ്ഞത്? പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഒരു വീട്ടിൽ മരണം നടന്നപ്പം അവിടെ ചെന്ന് രാമായണം വായിച്ചു തരാണ്ട് പറഞ്ഞു. അപ്പോൾ അത്രയും വലിയ ഒരു നന്മയുള്ള ആളാണെങ്കിൽ ചാണ്ടിയമ്മൻ ആദ്യം ചിന്തിക്കേണ്ടത് ബൈബിളിലൊരു വചനമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം നീതിമാനാണ്, അവൻ നീതിമാനോടൊപ്പം കള്ളസാക്ഷി പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്, എല്ലാ വേദപുസ്തകത്തിലും. ചാണ്ടിയമ്മൻ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ആരെങ്കിലും സഹായിക്കാൻ പത്തനാപുരത്ത് വന്ന് പറയുക എന്ന് പറയുന്നത്, ചാണ്ടിയമ്മൻ വിശ്വസിക്കുന്ന ദൈവം ചാണ്ടിയമ്മനെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യും എന്നാണ് വിശ്വാസിയായ ഞാൻ വിശ്വസിക്കുന്നത്. അത്രയുള്ള അതിൻ്റെ മറുപടി. ചാണ്ടിയമ്മൻ വലിയ വിശ്വാസിയും ഭയങ്കര പള്ളിയിൽ തന്നെ കഴിയുന്ന ആളും ഈ പറഞ്ഞ കണക്ക് മരണ വീട്ടിൽ ചെന്ന് രാമായണം വായിക്കുക, MLA-മാർക്ക് നല്ല ജോലിയായിരിക്കും. മരണ വീട്ടിൽ ചെന്ന് രാമായണം വാങ്ങിച്ച് വായിക്കുകയൊക്കെ ചെയ്യുന്ന ചാണ്ടിയമ്മൻ അങ്ങനെ ഒരു സത്യസന്ധനും ദൈവവിശ്വാസിയാണെങ്കിൽ ബൈബിളിലൊരു വചനമുണ്ട്, കള്ളസാക്ഷി പറയുന്നവന് നരകം. ഖുറാനിലും പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തതും അറിയാത്തതുമായ കള്ളസാക്ഷി പറയരുത്. അയാൾക്കറിയാമോ അതിനെക്കുറിച്ച്? തെളിവെല്ലാം ഉണ്ടോ കയ്യിൽ? കൊട്ടാരക്കര കോടതിയിൽ എനിക്കെതിരെ ഒരു കേസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. കുറേ കാലമായിട്ട് നടത്തുകയാണ്. ഒരു തെളിവോ ഒരു വക്കീലോ അവിടെ ഹാജരാവില്ല. എന്താണെന്നറിയോ വെച്ചേക്കുന്നത്? ഈ ഇലക്ഷൻ വരുമ്പോൾ അത് കുത്തിപ്പോക്കാനാണ്. ഈ ഇലക്ഷൻ വരുമ്പോൾ ആ ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ പുതിയ കഥ. ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയമ്മൻ അറിയാത്ത ഒരു സീക്രട്ട് ഈ ഇലക്ഷൻ്റെ തലയ്ക്ക് തലേന്ന് ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്? നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു രാഷ്ട്രീയ ശരിയാണ്, ചില വകതിരിവും ലജ്ജയൊക്കെ വേണം. അങ്ങനെ ചെയ്ത് ഇത്രയും കാലം ഇല്ലാത്ത ഒരു 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 കണ്ടുപിടുത്തം അദ്ദേഹം ഈ ഇലക്ഷൻ പ്രമാണിച്ച് അസംബ്ലി ഇലക്ഷൻ അടുക്കുമ്പോൾ ഇതൊരു ചെറിയ അസുഖമാണ്. ഈ അസുഖത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ. ചാണ്ടിയമ്മൻ വലിയ വിശ്വാസിയാണ്, എല്ലാ പള്ളികളിലും പുതുപ്പള്ളി പള്ളിയിലൊക്കെ എപ്പോഴും അങ്ങ് ഇരിക്കുന്ന ആളാണ്. എങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കുക. കള്ളസാക്ഷി പറയുന്നതും നീതിമാനായ ദൈവത്തിൻ്റെ വിശ്വാസിക്കുന്നവൻ നീതികേട് കാണിച്ചാൽ അവനെ ദൈവം ശിക്ഷിക്കുമെന്നാണ്. അത് രണ്ടും എടുത്തു വെച്ച് വായിച്ചേച്ച് അറിയാത്ത കാര്യങ്ങൾ പറയുക. തെളിവല്ലോ ഉണ്ടോ? കുറേ കാലമായിട്ട് ഇത് പറയുന്നല്ലോ. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് വന്ന് മത്സരിച്ച കാലത്ത് ഇതല്ലേ പറഞ്ഞത്? ഇതെന്താണ് ഈ വിഷയം ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം? ഈ വിഷയം ഒരു വിഷയമാണ്. CBI എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മൊഴി ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മൊഴിയാണ് എൻ്റെ. എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആരെയും കള്ളക്കേസിൽ കുതുക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ആളല്ലെന്ന് എൻ്റെ നാട്ടുകാർക്കറിയാം. ഇത്തരം വേലകളും കൊണ്ട് നടക്കണ്ട. അതൊക്കെ നാണം കെട്ട പണിയാണ്. ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നും പറയാനില്ല. വേറെ രാഷ്ട്രീയം വല്ലതും ഉണ്ടെങ്കിൽ പറ കുഞ്ഞേ, ചാണ്ടി ഉമ്മ, രാഷ്ട്രീയം വല്ലതും ഉണ്ടെങ്കിൽ പറ, നമുക്ക് അതിന് മറുപടി പറയാം. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ചാൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. അത് ഓർത്താൽ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ട് വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയൂ? ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയൂ? മേലിൽ ഇത് പറയരുത്. പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ആരെയാ ചതിച്ചതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ ഇത്ര നാളും ഉണ്ടായിരുന്ന ആളാണ്. എന്നെക്കൊണ്ട് പറയിക്കരുത്. അത് മാത്രമേ എനിക്ക് ചാണ്ടിയമ്മനോട് പറയാനുള്ളൂ. കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും. ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ കവളി. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ? ജഗദീഷ് മത്സരിച്ച ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ ഇത് പറഞ്ഞല്ലേ ഈ സബ്ജക്റ്റ്? എന്നിട്ട് എന്തായി? ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങരുത്. രാഷ്ട്രീയമൊക്കെ ശരിയാണ്. അന്ന് ചാണ്ടിയമ്മൻ രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു? ഞാൻ എന്ത് ഗ്രഹിക്കാനാണ് ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രിസ്ഥാനം 2003 രാജിവെപ്പിച്ചത്? ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത്? എൻ്റെ പേരിൽ ഏത് കേസാണുള്ളത് ഈ നാട്ടിൽ? സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ? നെല്ലിയാമ്പേതെ പോലെ വനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണോ ഞാൻ രാജിവെച്ചത്? ഒരു കുടുംബ വഴക്കിനെ മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം. അതൊന്നും പറയരുത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്ട് പറയുന്ന കേട്ടുകൊണ്ട് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത്. ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും. പറയിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാന്യമായിട്ട് ഞാൻ പറയുകയാണ്, അത് പറയിക്കണ്ട. ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് CBI വന്നതിനോട് ചോദിച്ചപ്പോഴും ഞാനിത് പറഞ്ഞു. എൻ്റെ അടുത്ത കസേരയിൽ നിയമസഭയിൽ ഇരുന്ന ഉമ്മൻചാണ്ടി സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇവരെന്നോട് ഇങ്ങനെ ചോദിച്ചു,
എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉമ്മൻചാണ്ടി അങ്ങനൊന്നും ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനാണ് അറിയാവുന്ന, അദ്ദേഹം എന്നോട് ഇതാണ് പറഞ്ഞ വാക്ക്. ഞങ്ങളത് എഴുതി വെക്കട്ടെ എന്ന് CBI ചോദിച്ചു. എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ ഇനി ഉണ്ടായിരുന്ന പോരെ എന്ന് എഴുതിക്കോളൂ എന്ന് CBI പറഞ്ഞതാണ് ഞാൻ. അവരെഴുതിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അവരെ മൊഴിയെടുത്ത് പരിശോധിച്ചാൽ അറിയാം. ചുമ്മാ അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയൂല്ലേ, എന്ത് ദ്രോഹിച്ചു എന്ന് വെറുതെ പറയുന്നതല്ലേ. അങ്ങനൊന്നും പറയണ്ട. ആരെയാണ് ദ്രോഹിച്ചത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. എൻ്റെ 2 മക്കളെയും എന്നെയും കൂടി വേറെ പിരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷേ എൻ്റെ മക്കളെയും എന്നെയും വേറെ പിരിച്ചത് ഈ ഉമ്മൻചാണ്ടിയല്ലേ. ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, നല്ലൊരു കുടുംബനാഥനാണെങ്കിൽ ഉമ്മൻചാണ്ടി ഞങ്ങളെ യോജിപ്പിച്ച് വിടാത്തത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞാൽ അനിയാ കൂടിപ്പോവും എന്ന് ഞാൻ പറയണം. നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ആവശ്യം ഇലക്ഷൻ എടുക്കുമ്പോൾ ഇത്തരം കലാപരിപാടികളുമായിട്ട് ഇറങ്ങരുത്. അത് അന്തസ്സിന് നിരച്ച പരിപാടിയല്ല. ഞാൻ ചാണ്ടി ഉമ്മ മത്സരിച്ചപ്പം ചാണ്ടി ഉമ്മനെതിരായിട്ട് പുതുപ്പള്ളി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ഇതുവല്ലം പറഞ്ഞോ? വഷളത്തരം വല്ലതും പറഞ്ഞോ? ഉമ്മൻചാണ്ടിയുടെ മകനാണ്, വലിയ ദൈവവിശ്വാസിയാണ് പറയുന്നതെങ്കിൽ വഷളത്തരം പറയാതിരിക്കുക. ഒരാളെ എല്ലാവരെയും ചീത്ത പറഞ്ഞു തുടർന്നു. ശ്രീ K. കരുണാകരനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും വരെ ചീത്ത പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നു. ഇപ്പം അന്ന് ഇവരെ ആരെയും കണ്ടില്ലല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ശ്രീ K. കരുണാകരൻ്റെ പത്നിയെ ബഹുമാനിയായ ഈ പറയുന്ന ഇന്നത്തെ നേതാക്കളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ശിവകുമാർ, ഈ പറയുന്ന പ്രധാനപ്പെട്ട പന്തളം സുധാകരൻ അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾക്കെല്ലാം ചോറ് വിളമ്പി കൊടുത്ത് അമ്മയെപ്പോലെ നോക്കിയ കരുണാകരൻ സാറിൻ്റെ ഭാര്യയെപ്പറ്റി തോന്നിവാസം പറഞ്ഞപ്പോൾ അയാളെ വിലക്കാൻ ആരും ഉണ്ടായില്ല. അന്ന് പറയാവുന്ന ഗണേഷ് കുമാർ മാത്രമേ ഉണ്ടായിരുന്നു. ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ശ്രീ K. കരുണാകരനോട് കടപ്പാടും സ്നേഹവും ബഹുമാനവുമുള്ള ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പോലും ഉണ്ടായിരുന്നില്ല. ഏതാ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് അന്തസ് വേണം കാര്യങ്ങളിലൊക്കെ പറയുമ്പോൾ. ആരെയാണ് പറയുന്നത്, ആരാണ് K. കരുണാകരൻ എന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ പത്നി, അവരുടെ മഹത്വം എന്താണ്, അവരുടെ നന്മ എന്താണ് എന്ന് അറിഞ്ഞുകൂടെങ്കിൽ KC വേണുഗോപാലെ പോലുള്ള നേതാക്കൾ അത്തരം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. എന്തും കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നടന്നങ്ങ് പറയാം ആരെക്കുറിച്ച്. അച്ഛൻ്റെ പ്രായമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് ഉപയോഗിച്ച വാക്കുകൾ എന്താണ് നമ്മൾ ഓർത്താൽ മതി. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചുകൊണ്ട് പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇലക്ഷൻ അടുത്ത് വരികയാണ്, വീണ്ടും പതുക്കെ ഇറങ്ങും. ഒരു കേസ് കൊട്ടാക്കര കോടതി കിടപ്പുണ്ട്, നിങ്ങൾ അന്വേഷിക്കണം. ആ കേസ് നടത്തട്ടെ. ഞാൻ വക്കീലിനെ വെച്ചിട്ടുണ്ട്, ഞാൻ കോടതിയിൽ ഹാജരായിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കേസിന് ഒരു തെളിവോ ഒരു കടലാസോ ഒരു വക്കീലോ ആ കോടതിയിൽ ഹാജരാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ, ഇലക്ഷൻ അടുക്കുമ്പോൾ നോക്കണ്ടേ ഉമ്മൻചാണ്ടിയുടെ കേസെന്ന് പറഞ്ഞ് എടുക്കാനാണ്. ഉമ്മൻചാണ്ടിയെ ഞാൻ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് ഒരാൾ കൊടുത്തിട്ടുണ്ട്, ഒരു കോൺഗ്രസ്സുകാരൻ. തുടരട്ടെ. ഹൈക്കോടതിയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ജഡ്ജി പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി കേസ് തുടർന്നവനാണ്. അങ്ങനെ ഒരു വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്, ഇന്ത്യൻ നിയമത്തിലുണ്ട് എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി കേസ് നടത്തുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെയാണ് വിധി. ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി കേസ് നടക്കുകയാണ്. ആയിക്കോട്ടെ, വരട്ടെ. ഞാൻ വക്കീലിനെ വെച്ചിട്ടുണ്ട്, അവരെ വക്കീൽ എൻ്റെ വക്കീൽ എല്ലാ അവധിക്കും ഹാജരാകുന്നുണ്ട്. എന്താണെന്നറിയാം, ഇലക്ഷൻ എടുക്കുമ്പോൾ വന്ന് പൊടി തട്ടി എടുക്കാനാണ് ചാണ്ടി ഉമ്മൻ്റെ ഈ പ്രസ്താവന. അതുകൊണ്ട് അതൊന്നും നല്ലതല്ല. രാഷ്ട്രീയം പറയാനാണെങ്കിൽ എനിക്ക് നന്നായിട്ട് രാഷ്ട്രീയം അറിയാം. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല. ആരെയും അധിക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ സംസാരിച്ചപ്പോൾ പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്, അത് ഞാൻ തിരുത്തിയിട്ടുണ്ട്, ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു എന്തിനായിരുന്നു നിങ്ങൾ തന്നെ ചിന്തിക്കൂ. എന്തിനായിരുന്നു? ചരിത്രം ഒന്ന് പരിശോധിക്കുക. എന്തിനായിരുന്നു? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? എൻ്റെ പേരിൽ എന്താണ് കേസ്? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? നെല്ലിയാമ്പാതിയിലെ വനഭൂമി പറഞ്ഞവർക്ക് പതിച്ചു കൊടുക്കാൻ കൂട്ടു നിൽക്കാത്ത ഒരു തെറ്റ് ഞാൻ ചെയ്തു. അത് മരിച്ചാലും ചെയ്യില്ല. അത് ഇവിടെ ഇപ്പോൾ ട്രാൻസ്പോർട്ട് നിറയാണ്ടും ചെയ്യില്ല, ഒരാളും ചെയ്യില്ല. എന്നോട് എൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ കൂടെയുള്ള സഹമന്ത്രിമാരും അത്തരത്തിലുള്ള തെറ്റ് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. LDFിൽ വന്നതിന് ശേഷം ഇല്ല, അതൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ ഒരുപാട് പേർക്ക് അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അവരോടൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല. PC ജോർജൊക്കെ ഇന്നും എൻ്റെ മിത്രങ്ങളാണ്. വളരെ സ്നേഹത്തോടെ ഞാൻ അദ്ദേഹം വിളിക്കും, ഞാൻ അദ്ദേഹത്തെയും വിളിക്കും, എൻ്റെ ചേട്ടാന്ന് വിളിച്ച് ഞാൻ സ്നേഹത്തോടെ കാണുന്ന ഒരാളാണ്. എൻ്റെ ഒരു സഹോദരനായി, മൂത്ത സഹോദരനായി കാണുന്ന ഒരു വ്യക്തിയാണ്. അവരോടൊക്കെ എനിക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. ഇവരോടെല്ലാം എനിക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. ഞാൻ വേല വെച്ചു എന്ന് ആരെങ്കിലും ഒരാൾ പറയും. ഞാൻ പറഞ്ഞ കറക്റ്റില്ലേ, ശ്രീ K. കരുണാകരൻ്റെ ഭാര്യ എന്ന് പറയുന്നത് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾക്ക് പത്മജ ചേച്ചി മാത്രം പറഞ്ഞു, എൻ്റെ അമ്മയെ പറഞ്ഞ് ശരിയായില്ല. സ്വന്തം അമ്മയേക്കാൾ സ്നേഹം കൊടുത്ത KC വേണുഗോപാലിന്, രമേശ് ചെന്നിത്തലയ്ക്ക്, VD സതീശൻ അന്നില്ല. സതീശൻ അന്ന് കുറച്ച് ജൂനിയറാണ്, ജൂനിയർ അവിടെ ഒന്നുമില്ല, സതീശനില്ല. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, ശിവകുമാർ, പന്തളം സുധാകരൻ, കാർത്തികേയൻ, MI ഷാനവാസ്, ഇവരെല്ലാവരും ആ അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട്. അവരെ പറ്റിയിട്ട് അവർക്ക് ഒരു അനാവശ്യം ധ്വനിക്കുന്ന ഒരു സംസാരം
ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിൽ നിന്നുണ്ടാകുമ്പോൾ ആവർത്തിക്കരുത് എന്ന് വിലക്കാൻ അന്തസ്സില്ലാത്ത ആളുകളല്ലേ. ഞാനല്ലേ പറഞ്ഞുള്ളൂ എതിര് അന്ന്? സത്യം പറയും, നിങ്ങളുടെ മാധ്യമങ്ങളും ഞാനല്ലേ എതിര് പറഞ്ഞുള്ളൂ. അതിനകത്ത് പത്മജ വേണുഗോപാലും പറഞ്ഞു, ഞാനും പറഞ്ഞു, രണ്ടുപേരും മാത്രം. കെ മുരളീധരൻ പോലും മിണ്ടിയില്ലല്ലോ അക്കാര്യത്തിൽ. ആരെ സന്തോഷിപ്പിക്കാൻ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഞാനൊരു ചതിയനാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ല ഈ കസേരയിൽ, കേട്ടോ. എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ചതിയനും വഞ്ചകനും എൻ്റെ രാജ്യത്തെ സർക്കാരിനെയും ഒറ്റി കൊടുക്കുന്നവനല്ല ഞാൻ. പിന്നീട് ഇല്ലില്ല, കൊടുക്കാൻ പറഞ്ഞല്ലോ, കൊടുക്കാമെന്ന് പറയുകയും അന്ന് കൊടുക്കാമെന്ന് പറയും. കൊടിക്കുന്ന് സുരേഷിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടിക്കുന്ന് സുരേഷിനെ വിജയിപ്പിക്കണം, മന്ത്രിസ്ഥാനം പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ കൊടുത്തിരിക്കും എന്ന് ഒട്ടാരക്കര പത്തനാപുരത്ത് വീട്ടിൽ വെച്ച് അച്ഛനും ശ്രീ കൊടിക്കുന്ന് സുരേഷ് സാക്ഷിയായി ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്നിട്ട് കൊടുത്തോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന തൃശ്ശൂരുള്ള ശ്രീ ബാലകൃഷ്ണൻ അദ്ദേഹത്തെ രാജിവെപ്പിച്ച് ആ പോസ്റ്റിൽ കൊടുക്കാം എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞെന്ന് കൊടിക്കുന്ന് സുരേഷ് അറിയാമല്ലോ. അദ്ദേഹം സാക്ഷിയല്ലേ, അദ്ദേഹത്തെ സാക്ഷി നിർത്തിയല്ലേ അച്ഛനോട് പറയുന്നു ഉമ്മൻചാണ്ടി. പത്തനാപുരത്ത് എൻ്റെ വീട്ടിൽ വെച്ചല്ലേ പറയുന്നു. അപ്പോൾ ആരെ വഞ്ചിച്ചു എന്നൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്താൽ വേറെ സാക്ഷികളുണ്ട് കേട്ടോ. ഞാൻ കൊടിക്കുന്ന് സുരേഷിൻ്റെ പേര് പറഞ്ഞാൽ അദ്ദേഹം സത്യം പറയും എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതേ. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഇറങ്ങി ആവശ്യമില്ലാത്ത ജാതിയും മതവും സമുദായം എന്ന് പറയാം. ഞാൻ ആരോടും ജാതിയും മതവും സമുദായം എന്നും പറയുന്ന ആളല്ല. ഉദ്ദേശം മനസ്സിലായി എന്ന് മാത്രം ചാണ്ടി ഉമ്മൻ മനസ്സിലാക്കിയാൽ മതി. ഉദ്ദേശം ആരാ? അല്ല, മകൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടാന്നോ രണ്ട് പിള്ളേരെയും എല്ലാം കൂടി പല പാത്രത്തിലാക്കിയത്? ചുമ്മാ പറയുന്നില്ല ഇതൊക്കെ. ഞാനൊരു കാര്യം ചോദിട്ടെ, ഞാനൊരു ദുഷ്ടനും ദ്രോഹിയും ചതിയനുമാണെങ്കിൽ ഞാൻ ഇന്ന് ഈ കസേരയിൽ ഇരിക്കില്ല, വീട്ടിൽ ഇരുന്നേരെ. ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയതിന് ശേഷം 3 തിരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചു. ഏതാ? മനുഷ്യനും അറിയാം, ദൈവത്തിനും അറിയാം എൻ്റെ സത്യസന്ധത. അത് ഞാൻ പുലർത്തിയിട്ടുണ്ട്, ഞാൻ ഇന്നും പുലർത്തുന്നു. ഞാൻ ഇന്നും ഒരു മന്ത്രിയായിട്ടിരുന്ന് എൻ്റെ മുഖ്യമന്ത്രിയുടെയൊക്കെ അനുഗ്രഹവും സഹപ്രവർത്തകരുടെ സഹായം കൊണ്ട് ഞാൻ KSRTC പടുകുഴിയിൽ കിടന്ന KSRTC ഞാൻ കൈപിടിച്ച് ഉയർത്തിയവനാണ്. എന്നെ അങ്ങ് ചീപ്പായിട്ട് കാണണ്ട. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.